കരിപ്പൂരിൽ ഹജ്ജ് യാത്രികരിൽ നിന്ന് അധിക വിമാന ടിക്കറ്റ് നിരക്ക് ഈടാക്കുന്നതിലൂടെ ഭീമമായ തുകയാണ് എയർ ഇന്ത്യക്ക് ലഭിക്കുന്നത്. 37 കോടി രൂപയിലധികം എയർ ഇന്ത്യക്ക് അധികമായി ലഭിക്കുന്നു. വലിയ വിമാനങ്ങൾ ഇറക്കാൻ അനുമതി നൽകിയാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഹജ്ജ് തീർത്ഥാടകർ യാത്ര ചെയ്യുന്ന വിമാനത്താവളമാണ് കരിപ്പൂർ. 10,371 പേർ കരിപ്പൂർ വഴി ഇത്തവണ ഹജ്ജിന് പോകുന്നുണ്ട്. 4,228 പേർ പോകുന്ന കൊച്ചി വിമാനത്താവളത്തിനേക്കാൾ 35,900 രൂപ അധികമാണ് കരിപ്പൂരിൽ. 10,371 പേർ 35,900 രൂപ അധികം നൽകുമ്പോൾ 37,23,18,900 രൂപ എയർ ഇന്ത്യക്ക് അധികമായി ലഭിക്കും. ഇത് തികച്ചും കൊള്ളയാണ്. ഏക ഗവൺമെന്റിന്റെ എയർപോർട്ട് എന്ന് പറയുന്നത് കോഴിക്കോടാണ്. മറ്റ് സ്വകാര്യ എയർപോർട്ട് ലോബിക്ക് പണം ഉണ്ടാക്കി കൊടുക്കാനാണോ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെയ്യുന്നതെന്ന് പരിശോധിക്കണം. കരിപ്പൂരിൽ നിന്നും 77 കോടി രൂപ അധികമായി നേടുന്ന തരത്തിലാണ് എയർ ഇന്ത്യ കൊട്ടേഷൻ നൽകിയത്. മീഡിയ വൺ ഇത് വാർത്തയാക്കുകയും പ്രതിഷേധം ഉയരുകയും ചെയ്തതോടെ ഒരാൾക്ക് 40,000 രൂപ കുറച്ചു. സൗദിയിലെ വിമാന കമ്പനികൾ കുറഞ്ഞ നിരക്കിൽ വലിയ വിമാനങ്ങൾ ഇറക്കാൻ അനുമതി തേടിയെങ്കിലും കേന്ദ്ര സർക്കാർ സമ്മതിച്ചില്ല. വലിയ വിമാനങ്ങൾ ഇറക്കാൻ അനുമതി നൽകിയാൽ മാത്രമേ എയർ ഇന്ത്യയുടെ ഈ ചൂഷണത്തിന് തടയിടാൻ കഴിയൂ. സാജിദ് അജ്മൽ, മീഡിയ വൺ, മലപ്പുറം.